ഡൂംസ്ഡേ ഗ്ലേസിയർ അഥവാ അന്ത്യദിന ഹിമാനി ഇങ്ങനെയൊരു പ്രതിഭാസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അന്റാർട്ടിക്കയിലെ ട്വൈറ്റ്സ് ഗ്ലേസിയർ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഭാവിയിലെ സമുദ്രമേഖലയെ വമ്പൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാവുന്ന ഒരു വമ്പൻ ജലബോംബാണ് ട്വൈറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. സർവനാശമായിരിക്കും ഇതുമൂലമുണ്ടാകുന്നതെന്ന് ഗവേഷകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹിമാനിയിലേക്ക് ഒരു റോബോട്ടിക് പരീക്ഷണ വാഹനം ഇറക്കി പരിശോധന നടത്തിയിരുന്നു. ഹിമാനിക്ക് ശോഷണമുണ്ടെന്ന വസ്തുതയാണ് ഈ പഠനത്തിൽ തെളിഞ്ഞത്. ട്വൈറ്റ്സിനെ തടഞ്ഞു നിർത്തുന്ന ഒരു വൻ ഐസ് ഷെൽഫ് അഥവാ ഹിമപാളി 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തകരുമെന്നും ഇത് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും 2 വർഷം മുൻപ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു. ട്വൈറ്റ്സ് ഹിമപ്പരപ്പിൽ പഠനങ്ങൾ നടത്തുന്ന US, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞ സംഘമാണ് അത് മുന്നറിയിപ്പ് നൽകിയത്. ഓരോ വർഷവും 5000 കോടി ടൺ ഹിമം സമുദ്രത്തിലേക്ക് ഈ ഹിമപ്പരപ്പിൽ നിന്നും വീഴുന്നുണ്ട്. എന്നാൽ നിലവിൽ അത് കടൽനിരപ്പിന് കാര്യമായ വർധനയ്ക്ക് കാരണമാകുന്നില്ല. എങ്കിലും നിലവിൽ ലോകത്തെ സമുദ്രജലം നിരപ്പ് ഉയരുന്നതിൽ 4% സംഭാവന നൽകുന്നത് ട്വൈറ്റ്സിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഹിമമാണ്. ഹിമപ്പരപ്പിലെ ഹിമസമ്പത്ത് വളരെയധികം കൂടുതലാണ്. ഇതെല്ലാം ഉരുകിയാൽ കടൽനിരപ്പിൽ വലിയ ഉയർച്ചയ്ക്ക് അത് കാരണമാവുകയും ലോകവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ളവയിലൊന്നും അപകടകാരിയുമായ ഹിമാനികളിൽ ഒന്നായാണ് ട്വൈറ്റ്സ് കണക്കാക്കപ്പെടുന്നത്. അന്റാർട്ടിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അമുൻഡ്സെൻ കടലിന്റെ ഭാഗമായ പൈൻ ബേ ഉൾക്കടലിന്റെ സമീപത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ട്വൈറ്റ്സ് തകർന്നാൽ അന്റാർട്ടിക്കയിലെ മറ്റ് ഹിമപ്പരപ്പുകളുടെ തകർച്ചയിലേക്കും അത് വഴിവെക്കുമെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നുണ്ട്. ഇത് തുറമുഖങ്ങളെയും തീരദേശ നഗരങ്ങളെയും ഒക്കെ ദോഷകരമായി ബാധിക്കാം. ഈ ഹിമാനിക്ക് ഈ നൂറ്റാണ്ടിൽ കാര്യമായ കേട് ഉണ്ടാകില്ലെന്ന് നേരത്തെ ശാസ്ത്രസമൂഹം വിശ്വസിച്ചിരുന്നു. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഇന്റർനാഷണൽ ട്വൈറ്റ്സ് ഗ്ലേസിയർ കൊളാബറേഷൻ ലീഡ് കോർഡിനേറ്ററുമായ പ്രൊഫസർ ടെഡ് സ്കാംബോസ് ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടന്റെ ആകെ വിസ്തീർണമുള്ളതാണ് ഈ ഹിമാനി. 3 ദശകങ്ങൾക്കിടയിൽ ഇതിൽ നിന്നുള്ള ഹിമത്തിന്റെ ഒഴുക്കിന്റെ തോത് ഇരട്ടിയിലേറെയായിട്ടുണ്ട്. ഹിമപ്പരപ്പിനെ ഒരു തടയണ പോലെ തടഞ്ഞു നിർത്തുന്ന ഹിമപാളികൾക്കിടയിലേക്ക് ചൂടുള്ള സമുദ്രജലം കയറുന്നതിനെ തുടർന്ന് ഹിമം ഉരുകുന്നതാണ് ഇതിന് വഴിവെക്കുന്നത്. കൂടുതൽ അളവിൽ ചൂടുള്ള സമുദ്രജലം എത്തുന്നത് തടയണ പോലെ പ്രവർത്തിക്കുന്ന ഈ ഹിമപാളിയെ ദുർബലമാക്കും. കൂടാതെ ഈ തടയണ ഹിമപാളിയുടെ കിഴക്കൻ ഭാഗം പൊട്ടിമാറാനുള്ള സാധ്യത വളരെയേറെയാണ്. ഹിമപാളിയിൽ വിവിധയിടങ്ങളിലായി പൊട്ടലുകളും തകരാറുകളും ഉടലെടുക്കുന്നുമുണ്ട്. ഇതെല്ലാം അടുത്ത ഒരു ദശകത്തിനുള്ളിൽ തന്നെ ട്വൈറ്റ്സിനെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ്. നിലവിൽ ബാധിക്കപ്പെട്ട സ്ഥലം കുറവാണ്. എന്നാൽ ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ സൂചനയാകാം ഇതെന്നും വിലയിരുത്തപ്പെടുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധം ഉപഗ്രഹങ്ങളും മറ്റു ഡേറ്റയും ഒക്കെ ഉപയോഗിച്ച് ട്വൈറ്റ്സിനെ ഇപ്പോൾ ശാസ്ത്ര സമൂഹം നിരീക്ഷിക്കുന്നുണ്ട്. എത്തിപ്പെടാൻ ഏറെ പാടുള്ള ഹിമപ്പരപ്പാണ് ട്വൈറ്റ്സ്. കുറച്ച് ശാസ്ത്രജ്ഞർക്ക് മാത്രമാണ് ഇവിടേക്ക് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.